എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. ഞാനും ഈ വട്ടം ആറ്റുകാൽ പൊങ്കാല ഇട്ടിരുന്നു. ഒരു ചെറിയ കോലമൊക്കെ വരച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പൊങ്കാലക്കലം ചന്ദനം യൂസ് ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. വെള്ള ചന്ദനമാണ് യൂസ് ചെയ്തത്. അതിനുശേഷം വേഗം പോയി സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വന്നു. ഈ സെറ്റ് സാരി എനിക്ക് ഏട്ടൻ മന്ത്രകോടിയുടെ കൂടെ തന്നതാണ്. അങ്ങനെ ഇനിയിപ്പോൾ തട്ടത്തിലൊക്കെ പൂവൊക്കെ വെച്ചു. ഇനിയിപ്പം ഗണപതി ഒരുക്കൊക്കെ റെഡിയാക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി. വീഡിയോ എടുത്തു തരാൻ ആ ടൈമിന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തതാണ്. അങ്ങനെ എല്ലാം റെഡിയായി. ഇനിയിപ്പം ന്യൂസ് നോക്കിയിരിക്കുകയാണ്. ഭണ്ഡാര അടുപ്പിൽ തീ പകരുന്നത് നോക്കി അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും അനിയൻ വന്നു. പിന്നെ ബാക്കിയുള്ളത് അനിയൻ വീഡിയോ എടുത്ത് തന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കാത്തിരുന്ന നിമിഷം വന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പൊങ്കാലക്കലത്തിൽ അരി അർപ്പിച്ചു. എല്ലാവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അരി അർപ്പിച്ചൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടോ എന്നറിയത്തില്ല. പെട്ടെന്ന് തന്നെ തിളച്ച് വന്നു കേട്ടോ. അങ്ങനെ നല്ല സന്തോഷമുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പൊങ്കാല തിളച്ച് വരുമ്പോൾ ആഗ്രഹങ്ങൾ പറയണമെന്നല്ലേ, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ പൊങ്കാലയാണിത്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാം